ബിജു പങ്കജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിജു, ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏത് സംഭവങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കാനും അതിന്റെ നിറം കൊടുക്കാനും ഏറ്റവും ശേഷിയുള്ളവരാണ് നമ്മുടെ നേതാക്കൾ എന്ന് തിരിച്ചറിയുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഏതു തരത്തിലാണ് ഈ വിഷയത്തെ രാഷ്ട്രീയമായി വളർത്തിയെടുക്കുന്നത്, അതും ബോധപൂർവം? തീർച്ചയായും ഇതിനകത്തൊരു വലിയ പ്രശ്നമുള്ളത്, ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. നമുക്കറിയാം, നിരവധി പേരെ ഇവിടെ ആനയുടെ ആക്രമണങ്ങളിലും മറ്റു വന്യജീവി ആക്രമണങ്ങളിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറാതിരിക്കാനും അത് മാറ്റാനുമായിട്ട് രണ്ട് മുന്നണികളും ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വളരെ ഷാർപ്പായിട്ടുള്ളൊരു പ്രതികരണം ഈ സംഭവത്തിന് ശേഷം വന്നത് വനം മന്ത്രിയുടേതാണ്. വനം മന്ത്രി പറയുന്ന ഈ മരണത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഒരു ദുരൂഹതയുണ്ട്, ഇത് ആസൂത്രിതമാണെന്നാണ്. മറ്റൊന്ന്, അതിന് തൊട്ടുപിറകെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണവും വളരെ രൂക്ഷമായ രീതിയിലാണ്. കാരണം പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം പരിശോധിക്കണം, അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കണം തുടങ്ങിയുള്ള അങ്ങനെ ഒരുപക്ഷെ ഒരു പടി കൂടി, ഒരു മരണത്തിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇതൊരു വന്യജീവി കോൺഫ്ലിക്റ്റിലുണ്ടായ അല്ലെങ്കിൽ ഒരു കാട്ടുപന്നിയെ പിടികൂടാനായി വെച്ച അനധികൃത കണിയിൽ ഒരു യുവാവ് മരിച്ച സംഭവമായി വന്നിട്ട് ആ ഒരു തരത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് CPM അതുപോലെ തന്നെ LDFും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ രാത്രി ഒരു 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ മരിച്ച ആളെ ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടിരിക്കുന്നു. അവിടെ പിന്നീട് നടന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിയ ജ്യോതികുമാർ ചാമക്കാല ഇപ്പം നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളൊരു ഷാർപ്പായിട്ടുള്ള പ്രതികരണമാണ് CPMൽ നിന്നും അതുപോലെ തന്നെ വനമന്ത്രിയിൽ നിന്നും നേരിടുന്നത്. ഇതൊരു ആസൂത്രിതമായ നീക്കമാണ്. ഇതൊരു അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡാണ്. അതുപോലെ തന്നെ പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണം. ഇങ്ങനെ ആസൂത്രിതമായൊരു നീക്കം, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലെ ഒരു മരണത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായി ഷാർപ്പായിട്ടുള്ള ഒരു പ്രതികരണം, അതിനെ എങ്ങനെ കോൺഗ്രസ് കാണുന്നു? പ്രത്യേകിച്ച് ഇന്നലെ താങ്കളാണ് ഈ സമരത്തിനെല്ലാം നേതൃത്വം കൊടുത്തത്. നോക്കൂ, ഈ വിഷയത്തെ ഇനി എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഇടപാടാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും മന്ത്രിമാരുടെ ഭാഗത്തും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നിലമ്പൂരിൽ നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. 2 ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അവധി നൽകിയിരുന്നു, വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ ദിവസമാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായത്. ഒരു 15 വയസ്സുകാരനായ കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കുട്ടിയുടെ കുറ്റം കൊണ്ടല്ല കുട്ടിയുടെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. സ്വാഭാവികമായും KSEBയുടെ ലൈനിൽ നിന്ന് നേരിട്ട് കറണ്ടെടുത്ത് ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് പതിവായിരിക്കുന്ന ഒരു പ്രദേശത്ത് നേരത്തെയും പരാതി ഉണ്ടായിട്ടും വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ അത് സർക്കാരിന്റെ KSEBയുടെ വീഴ്ചയാണ് എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ ആവർത്തിക്കും, ഒരു തർക്കവും വേണ്ട. ഇവിടെ വന്യജീവി ആക്രമണവും അനുബന്ധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും. ആ പ്രതിഷേധം ഏറ്റെടുക്കുക ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷത്തിന്റെ കടമയാണ് എന്നതിന്റെ ബാക്കിപത്രമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ ആ സമരം നടത്തിയിട്ടുള്ളത്. ആ സമരം നടത്തിയത് ഈ ജനങ്ങളുടെ ഈ വിഷയത്തോടുള്ള പ്രതികരണം കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ സമരത്തിന് ആധാരമായ വസ്തുതകൾ, അതിന്റെ പിന്നിലുള്ള വസ്തുതകൾ, സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചയെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പർ UDFന്റേതാണ് അല്ലെങ്കിൽ പ്രതി ഇന്ന പാർട്ടിക്കാരനാണ്, ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമേ അല്ല. ഞങ്ങളെ സംബന്ധിച്ച് 15 വയസ്സായ 10ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു, 2 പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. അതിന്റെ പിന്നിലെ കാരണം കണ്ടെത്തണം. നിരന്തരമായി പരാതി ഉണ്ടായിട്ടും മുൻകാലങ്ങളിൽ പരാതി ഉണ്ടായിട്ടും അത് ആവർത്തിക്കുന്നെങ്കിൽ അത് ആ സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയുന്നത് തെറ്റാണോ? അത് ചോദ്യം. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയും, ഇന്നലെ വിജയരാഘവന്റെ വണ്ടി താങ്കളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. അത് വിജയരാഘവനാണ് അതിന് മറുപടി പറയേണ്ടത്. നോക്കൂ, അവിടെ ആ സമരം നടത്തുമ്പോൾ നിങ്ങൾ എല്ലാവരോടും ഉണ്ടായിരുന്നല്ലോ. അവിടെ മുഴുവൻ പ്രവർത്തകരും ആ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവർത്തകർക്കിടയിലൂടെ മാത്രമേ പോളിറ്റ് ബ്യൂറോ അംഗം ആശുപത്രിയിലേക്ക് ആ വാഹനത്തിൽ പ്രവേശിക്കൂ എന്ന് പറയുന്നത് എത്രത്തോളം ജനാധിപത്യപരമാണ്? സ്വാഭാവികമായി അവിടെ മറ്റു വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ തന്നെയാണ് ആ വാഹനം നടന്നിട്ടുള്ളത്. അദ്ദേഹം തുടർന്ന് വളരെ സന്തോഷപൂർവ്വമാണ് ഇറങ്ങി നടന്നു പോയത്. അത് തർക്കമില്ല. കാരണം അവിടെ ഒരു ടെൻഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗത്തെ പോലെ ഒരാൾ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. കാരണം ഒരു വാഹനം പോലും ആ റോഡിലൂടെ കടത്തിവിട്ടിട്ടില്ല. പോലീസ് തന്നെ ഇടപെട്ട് മറ്റു ഭാഗങ്ങളിലൂടെ വാഹനം തിരിച്ചുവിടുകയായിരുന്നു. ഒരാൾക്ക് പോലും ഗതാഗത തടസ്സമുണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആ പ്രവർത്തകർക്കിടയിലൂടെ, സമരം നടത്തുന്ന പ്രവർത്തകർക്കിടയിലൂടെ മാത്രമേ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം ഹോസ്പിറ്റലിലേക്ക് പോകൂ എന്നുള്ള പിടിവാശി, അത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. ഒരു ചോദ്യം, ഇന്ന് വനമന്ത്രി രാവിലെ പറഞ്ഞ പ്രതികരണത്തിൽ ഈ സംഭവം പുറലോകം അറിഞ്ഞ് ചർച്ചയാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ റോഡ് ഉപരോധിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയുന്നത് ബിജു പങ്കജ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ സംഭവം ഉണ്ടായി. ഇത്തരത്തിലൊരു കുട്ടി മരണപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. 2 പേർ പരിക്ക് പറ്റി. ഒരാളെ പാലാട് ഹോസ്പിറ്റലിലും ഒരാളെ നിലമ്പൂർ ഹോസ്പിറ്റലിലും കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ട് അതറിഞ്ഞ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രത്യക്ഷ സമര പരിപാടിയുമായി വന്നിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, ഇന്ന് രാവിലെ
മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് പരസ്പര വിരുദ്ധമായ പിച്ചും പെയും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു മന്ത്രി പറയുന്നു ഇത് ആസൂത്രിതമായി നേരത്തെ തന്നെ സമരം ആരംഭിച്ചു, മരണത്തിന് മുമ്പേ ഒരു സിനിമയിൽ പറയാറുണ്ട് അരമണിക്കൂർ മുമ്പേ വേണമെങ്കിൽ പുറപ്പെടാമെന്ന്. എന്ന് പറയുന്നത് പോലെ ഒരു മന്ത്രി പരസ്യമായി പറയുകയാണ് ഞങ്ങൾ ഈ സമരം വളരെ നേരത്തെ ആരംഭിച്ചു, കുട്ടി മരിക്കുന്നതിന് മുമ്പ് ആരംഭിച്ചു. ഇത്രയ്ക്ക് വിവരം കെട്ട മന്ത്രിമാരാണോ ഈ മന്ത്രിസഭയിലുള്ളത്? മറ്റൊരു മന്ത്രി പറയുന്നു, പിന്നെ ഫോറസ്റ്റ് ഇലക്ട്രിസിറ്റി മന്ത്രി പറയുന്നു ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം പഞ്ചായത്തുകൾക്കുണ്ട്, അവരത് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത്തരത്തിൽ അബദ്ധജടിലമായ പ്രസ്താവനകൾ ഒരു ഭാഗത്തുനിന്നുണ്ടാകുന്നു. പിന്നെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കും. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കുള്ള റോഡ് തടഞ്ഞു എന്നാണ് പറയുന്നത്. ആ സ്ഥാനാർത്ഥി ആദ്യം വന്നത് ശ്രീ ആര്യടൻ ഷൗക്കത്താണ്. ഞാൻ ആദ്യം അവിടെ ചെന്നിരുന്നു. തൊട്ടുപുറകെ ശ്രീ ആര്യടൻ ഷൗക്കത്തോടെ വന്നു. ഞങ്ങൾ മരണപ്പെട്ട കുട്ടിയുടെ പിതാവിനെ കണ്ടു, ബന്ധുക്കളെ കണ്ടു, എല്ലാം സംസാരിച്ചു, പരിക്ക് പറ്റിയ കുട്ടിയെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്വരാജും വന്ന് പ്രതികരിച്ചു. ഞങ്ങൾ സമരം ആരംഭിച്ചു. സ്വരാജും ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് പോയില്ലേ? ഞങ്ങൾ വഴി തടഞ്ഞു. എത്രയോ ആംബുലൻസ് വന്നു, ആ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ? ഞങ്ങൾ മെയിൻ റോഡാണ്, നിലമ്പൂർ ബാംഗ്ലൂർ റോഡാണ് തടഞ്ഞിട്ടുള്ളത്. അത് അവിടെ ഒരു വാഹനത്തിന് തടസ്സമുണ്ടായില്ല. കാരണം അത് തിരിച്ചുവിടാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ നടത്തിയിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തേത് പിന്നെ അദ്ദേഹം ഈ സ്ഥാനാർത്ഥി തന്നെ പറയും രൂക്ഷമായ മേഖലയാണ്. അവിടെ മനുഷ്യർക്ക് കൂടി ഹാനികരമാകുന്ന തരത്തിൽ നിരന്തരമായ ഇത്തരം പ്രവർത്തികൾ ഉണ്ടെങ്കിൽ അത് തടയാൻ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെതിരെയുള്ള ആരോപണങ്ങൾ ഞങ്ങൾ തുടരും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മറുപടി.